അത് കൊള്ളാം. ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി ഇരുന്ന് സമാധാനത്തെ ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ സ്കൂളൊക്കെ ഉള്ളത് കൊണ്ട് ആർക്കും അങ്ങനെ ധൃതിയായിരിക്കുമല്ലോ, അതുകൊണ്ട് ഇരുന്ന് കുടിക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല. പൊതുവെ ഞങ്ങൾ 4 പേരും കൂടി ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെയാണ് കേട്ടോ. അപ്പം ഇന്ന് എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. ഒരാൾക്ക് ചായ, ഒരാൾക്ക് കോഫി, അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ തലേദിവസം നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ വീറ്റ് പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ലെഫ്റ്റ് ഓവർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. വീട്ടിലാരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കുറേ കുക്ക് ചെയ്യുമല്ലോ. കുക്ക് ചെയ്യുന്ന ദിവസം അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാൻ എനിക്ക് പറ്റാറില്ല. കാരണം എനിക്കെന്തോ ആ ഒരു സ്മെല്ലൊക്കെ അടിക്കുമ്പോഴേ എനിക്ക് മതി. പിന്നെ നമ്മൾ ആ സമയത്ത് കുറേ പ്രാവശ്യം ഇങ്ങനെ ടേസ്റ്റ് നോക്കുമല്ലോ. ടേസ്റ്റ് നോക്കി നോക്കി നമുക്ക് മതിയാവും. അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ എനിക്ക് വയറ് നിറയും. പിന്നെ കഴിക്കാനുള്ള മൂഡൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തലേദിവസം ഇച്ചിരി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വെച്ചാൽ രാവിലെ തന്നെ ഇന്ന് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാമെന്ന്. നെക്സ്റ്റ് ഡേ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ രുചിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചൂടാക്കി. അപ്പോൾ ഏട്ടന് രാവിലെ തന്നെ വീറ്റ് പൊറോട്ടയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓംപ്ലേറ്റ് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചേട്ടൻ ഇനിയും ഫിഷ് വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ മദർവെൽ എന്ന സ്ഥലത്ത് മീൻ വാങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവർ കാറിൽ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഫിഷൊക്കെ കൊണ്ടുവന്നതിന് ശേഷമേ ഉള്ളൂ പണി. കണ്ണുള്ള മീൻ, മുക്കുള്ള മീനൊക്കെ കിട്ടിയാ? തുറക്ക് നോക്കട്ടെ. ഒരുപാട് കാറുണ്ടല്ലോ. ഒത്തിരി മേടിച്ചോ? കൊഞ്ച്. അല്ല, തിട്ട് നോക്ക്. മത്തിയൊക്കെ കഴിച്ച കാലം മറന്നു. ചെറിയ മത്തി. കണ്ണുള്ള മീൻ വാങ്ങിച്ചു എന്ന് ചോദിക്കാൻ കാരണം വിവാഹക്കുട്ടി കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ടായിരുന്നു കണ്ണുള്ള മീൻ കഴിക്കണമെന്ന്. കാരണം ഇവിടെ നമ്മൾ കൂടുതൽ ഫ്രോസൺ മീനുകളാണ് മേടിച്ച് വെക്കാറുള്ളത്. അപ്പോൾ അവനിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഇങ്ങനത്തെ മീൻ കഴിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനാണ് അവൻ കണ്ണുള്ള മീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഏട്ടൻ വാങ്ങിയത് ഈ കിളിമീനും പിന്നെ കൊഞ്ചും കുറച്ച് മത്തിയാണ്. അപ്പോൾ മത്തി ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ മത്തിയിൽ കുറച്ചെടുത്ത് ഞാൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു ഫ്രൈ ചെയ്യാൻ വേണ്ടി. ബാലൻസ് ഇതുപോലെ വെള്ളം ഒഴിച്ച് ഫ്രീസറിലോട്ട് വെക്കുകയാണ്. കിളിമീനും ഞാൻ 1-2 എടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കൊഞ്ച് ക്ലീൻ ചെയ്യുന്നതും കൊഞ്ച് കൂട്ടാൻ വെക്കുന്നതും ഒക്കെ ഏട്ടൻ തന്നെയാണ്. കാരണം എനിക്കിത് ഭയങ്കര അലർജിയാണ്. നേരത്തെയൊക്കെ ഞാൻ ഇത് കഴിക്കുമായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് കഴിച്ച ഉടനെ തന്നെ എനിക്ക് തൊണ്ടയ്ക്കൊക്കെ ഇങ്ങനെ ചൊറിച്ചിലൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഇതിനെ കുക്ക് ചെയ്യുന്ന ആ ഒരു സ്മെല്ലടിച്ചാൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണൊക്കെ ചൊറിയാൻ തുടങ്ങും. അതിൽ നിന്ന് പിന്നെ ഞാൻ ഈ കൊഞ്ചുണ്ടാക്കുന്ന പരിപാടി അങ്ങ് നിർത്തി. ഇന്നിപ്പോൾ വലിയ കൊഞ്ച് കണ്ടപ്പോൾ ഏട്ടൻ വാങ്ങിയതാണ്. കാരണം വിവാനും ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു അലർജി ഉള്ളത് കൊണ്ടാണ് പിന്നെ ഞാൻ കഴിക്കാത്തത്. പിന്നെ അതുകൊണ്ട് ഏട്ടനാണ് ഇതിൻ്റെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നത് ഏട്ടൻ തന്നെയാണ്. അപ്പം ഞാൻ ബാലൻസ് ഉള്ള മീനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു. ഫിഷ് കറി വെക്കണമെന്ന് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ ആ പ്ലാൻ അങ്ങ് മാറ്റി. ഞാൻ പിന്നെ പയറ് തോരനും മോരുകറി ആക്കാമെന്ന് വെച്ചാൽ ഫ്രൈഡ് കൂടെ മോരുകറി നല്ല ടേസ്റ്റാണല്ലോ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഫ്രോസൺ തേങ്ങയാണ് മേടിക്കുന്നത്. ഇവിടെ ആസ്റ്റേയിൽ നിന്ന് മേടിക്കുന്ന തേങ്ങ മിക്കവാറും അത്ര നല്ലതല്ല. മൊത്തത്തിൽ അങ്ങോട്ട് ചീത്തയായി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ 1-2 ഒക്കെ വാങ്ങാറുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫ്രോസൺ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്, പണിയും എളുപ്പത്തിൽ കഴിയും. അങ്ങനെ തോരനൊക്കെ വെച്ചു. ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു. മത്തിയൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കുറേ നാളായി. ഇതിൻ്റെ ഒരു തട്ടിക്കൂട്ട് മോര് കറിയാണ് കേട്ടോ. ഈ തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് പിന്നെ മോര് കാച്ചി ഒഴിക്കും. അങ്ങനെ മോര് കറിയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ കിളിമീനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കാം. അപ്പോൾ അങ്ങനെ നാടൻ ലഞ്ചാണ് ഇന്നത്തെ കേട്ടോ. അപ്പോൾ വർഷക്കുട്ടിക്കും എനിക്കും കൂടെ ഉള്ള ചോറാണ് ആദ്യം കൊണ്ടുത്തന്നത്. അപ്പോൾ ഞാൻ കഴിക്കുന്ന കൂട്ടത്തിൽ അവളും കൂടെ വന്ന് വാ തുറന്നുകൊണ്ടിരുന്നു. അവൾക്ക് മീൻ കഴിക്കാൻ പൊതുവെ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ വാരി കൊടുക്കുകയെന്ന് ആൾ കഴിച്ചോളും. അപ്പം നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. പണ്ട് ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. അമ്മ വാരിത്തരുമ്പം ഇങ്ങനെ വാ തുറന്നുകൊണ്ട് ചെല്ലും. അതിനൊരു പ്രത്യേക രുചിയാണല്ലേ അമ്മമാർ വാരിത്തരുമ്പം. അപ്പം നമ്മൾ ഇനിയിപ്പോൾ വൈകുന്നേരമായി, കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി വിചാരിച്ചു കുറച്ച് ഷോപ്പിംഗ് പരിപാടിയുണ്ട് കേട്ടോ. രാവിലെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഏട്ടൻ മീൻ മേടിക്കാനൊക്കെ പോയത് കൊണ്ട്. അപ്പോൾ ഏട്ടന് വെള്ളം വേണമെന്ന് പറഞ്ഞ് വർഷക്കുട്ടി കൊണ്ട് കൊടുത്തു. ആരെങ്കിലും വെള്ളം കുടിക്കുന്നത് കണ്ട അപ്പം നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നും. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഞാൻ വെള്ളം ചോദിച്ചതിന് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനും മോളും കൂടെ.
ദൂരെ രണ്ടുപേരും നിൽക്കില്ല. അത് വിവാനും ഇവൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ കളിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അവന്യൂലെത്തി. വൈകുന്നേരം ആയതുകൊണ്ട് ഒരു തിരക്കുമില്ലായിരുന്നു. ആരും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അവന്യൂല്. മിക്കവാറും ഇതിനുള്ളിലുള്ള എല്ലാ ഷോപ്പുകളും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ക്ലോസ് ആവും. പിന്നെ ആസ്റ്റ മാത്രമാണ് 10 മണി വരെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഇപ്പോൾ ഓട്ടം സീസൺ ആയതുകൊണ്ട് ഷോപ്പിലെല്ലാം എല്ലാം കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഫുള്ള് ഓറഞ്ച് കളർ. സാധാരണ ഇവിടുത്തെ ഡ്രസ്സിൻ്റെ കളേഴ്സൊക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര എന്താ ലൈറ്റ് കളേഴ്സായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഓട്ടം സീസൺ വരുമ്പോഴാണ് എല്ലാവരും ഒരു ബ്രൈറ്റ് കളറൊക്കെ ചൂസ് ചെയ്യുന്നത്. ഇതുവരെ കുറേ ബ്രാൻഡിൻ്റെ ജ്വല്ലറികളാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. ഒരുപാട് എന്താ പറയുക മാല, വള, പിന്നെ കമ്മൽ, പിന്നെ നല്ല ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പിന്നെ പൗണ്ടിലാണ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. നല്ല റേറ്റാണ്. ഇന്ത്യൻ മണിയുമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പം അത്യാവശ്യം നല്ല പൈസയുണ്ട്. പിന്നെ ഇപ്പോൾ ഹാലോവിൻ ഈ ഒക്ടോബർ 31 വരെയാണ്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ പല പല ഷോപ്പുകളിലും കാണാം. പിന്നെ അവനവൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു ഹാലോവിൻ തീം ഉണ്ടാവും. ഓരോ സെലിബ്രേഷൻ വരുമ്പോഴും ആ ഒരു തീമിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യും. ഇത് കഴിഞ്ഞ വർഷം വെച്ച അതേ ഡെക്കറേഷൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മാറ്റവും ഇല്ലായിരുന്നു കേട്ടോ. ഇവരെയൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും ഇതങ്ങ് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ഡെക്കറേഷന് ചുറ്റും ഒരു വലമൊക്കെ വെച്ചിട്ട് ഇനി നമുക്ക് നേരെ ഷോപ്പിങ്ങിലേക്ക് പോകാം. നമ്മളിങ്ങനെ എന്താ പറയുക, ആരും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര സമാധാനപരമായിട്ട് ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇനി പോയിട്ടും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് സ്ലോ ആയിട്ട് ഈ ഒരു ഷോപ്പ് എപ്പോൾ വന്നാലും നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിരിക്കും കേട്ടോ. പിന്നെ കുറേ ദിവസമായിട്ട് ഇവിടെ എല്ലാ ഷോപ്പിലും സെയിൽ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വിൻ്റർ വരുവാണല്ലോ, അതിന് മുമ്പേ സമ്മറിലുള്ള ഡ്രസ്സൊക്കെ സെയിലിട്ട് വിൽക്കും. അപ്പോൾ നമ്മൾ 1-2 ട്രൗസറൊക്കെ എടുത്ത് വിവാന്. പിന്നെ എനിക്ക് ഒരു ഡ്രസ്സ് നോക്കി എടുത്തിട്ടുണ്ട്. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇനി വീട്ടിൽ പോയി ഇട്ട് നോക്കുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇവിടെ ട്രയൽ റൂമില്ല. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കൊറോണയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. കൊറോണയിൽ മാത്രമാണ് ഇതുവരെ ഓപ്പൺ ചെയ്യാത്ത ട്രയൽ റൂം. ബാക്കി എല്ലാ ഷോപ്പിലും ട്രയൽ റൂമുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ ഇനി സ്റ്റാഫിനെ എക്സ്ട്രാ നിയമിക്കേണ്ടത് കൊണ്ടാണോ ഒന്നും അറിയത്തില്ല അവർ ചെയ്യാത്തത്. പക്ഷെ അതുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് നോക്കിയിട്ട് എടുക്കാമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ റിട്ടേൺ ചെയ്യാൻ കേട്ടോ. അത് വലിയ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫുള്ള് ഹാലോവിൻ്റെ ഡ്രസ്സും അതുപോലെ തന്നെ ഡെക്കറേഷൻ ഐറ്റംസും ഒക്കെയാണ്. അസ്ഥികൂടോ അത് ഇത് എൻ്റെ പൊന്നോ, എന്തൊക്കെ വെറൈറ്റി തിങ്സ് ആണെന്നറിയാൻ. ഞങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഹാലോവിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് ഒന്നും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പംകിനൊന്ന് കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ പ്രാവശ്യം വിവാന വർഷക്കുട്ടിയെ വല്ലതും ചോദിക്കുവാണെങ്കിൽ ആ സമയത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ നമ്മുടെ മെയിൻ ഷോപ്പിങ്ങിലേക്ക് കടന്നു. ആദ്യം തന്നെ വെജിറ്റബിൾ സെക്ഷനിൽ പോയിട്ട് വെജിറ്റബിളൊക്കെ എടുക്കും. നമുക്കൊരു ഓർഡർ ഉണ്ട് കേട്ടോ. ആ ഒരു രീതിയിൽ പോയാൽ തന്നെ എല്ലാ കാര്യങ്ങളും ഓർത്ത് കൺമുമ്പിൽ കാണുമ്പോൾ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓർഡർ തെറ്റിപ്പോയാൽ പല കാര്യങ്ങളും മിസ്സായി പോകും. അപ്പോൾ ഇനി നമുക്ക് മാങ്ങ എടുക്കാം. ഇവിടുത്തെ മാങ്ങ നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വെറുതെ ഇങ്ങനെ ചെത്തിയിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാൻ. വർഷിക്കുട്ടിയുടെ ഫേവറേറ്റാണ് ഈ മാങ്ങ. അതുകൊണ്ട് എപ്പോഴും മാങ്ങ എടുക്കും. പിന്നെ മങ്കി നട്ട്സ് എടുത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു മങ്കി നട്ട്സ് എടുത്തതാണോ എന്ന് ചോദിച്ച് ഞാൻ കളിയാക്കുമായിരുന്നു. അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ ഈ ഒരു പാക്കറ്റിൽ മാങ്ങ ഉണ്ട്. അത് കുറച്ചുകൂടെ പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവൻ എടുത്തത്. മുളകിൻ്റെയൊക്കെ വലുപ്പം കണ്ടില്ലേ. അങ്ങനെ പിന്നെ കുറേ അല്ലറ ചില്ലറ ടിഷ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. ഞാൻ ആദ്യം കിച്ചൺ ടിഷ്യൂ എടുത്തപ്പോൾ അതിൽ ഈ ഒരു പാക്കറ്റിൽ 3 ഒരേ ഹൈറ്റിലിരുന്നു. ഈ ഒരെണ്ണം മാത്രം ചെറുതാണ് കേട്ടോ. അതെന്ത് പറ്റിയെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ അതിനെ മാറ്റിയിട്ട് ഒരേപോലുള്ള 4 ഉള്ളതെടുത്തു. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. പോലെ വണ്ടിയുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഈ സമയമൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ തിരക്ക് കൂടുന്ന സമയമില്ലേ. ഇവിടെ നോക്ക് ആരുമില്ല ഷോപ്പിലൊന്നും. ഓടി കിടക്കണോ ഞങ്ങളുടെ ടിഷ്യൂ പേപ്പർ താഴെ പോയി. കമോൺ. അല്ല നമ്മുടെ കാർ മാത്രമല്ല, ഒരു കാർ കൂടെ ഉണ്ട്. 2 കാർ. അങ്ങനെ ഈ ഒരാഴ്ചത്തെ വീക്കിലുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് പോവാം. സമയം ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. നല്ല ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ കയറേണ്ട താമസം തന്നെ വേഗം പോയിട്ട് വാങ്ങിയ ഡ്രസ്സ് ഇട്ട് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിനൊരു തൃപ്തിക്കുറവ്. ചിലപ്പോൾ ഞാൻ റിട്ടേൺ ചെയ്യാനും മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനിയിപ്പോൾ വേഗം പോയി ഡിന്നർ ഉണ്ടാക്കാം. അപ്പോൾ ഡിന്നർ ഞാൻ പിസ്സ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് പിസ്സ വേണ്ട, ദോശ മതിയെന്നായി.
ഏട്ടൻ ഈ പിസ്സ അതന്നെ പൊറോട്ട ഈ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് പിന്നെ വേറെ നിവർത്തിയൊന്നും ഇല്ലെങ്കിൽ കഴിക്കും കേട്ടോ. ഇപ്പം ദോശമാവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ദോശ മതിയെന്ന്. അങ്ങനെ എനിക്കും പിള്ളേർക്കും പിസ്സയും ഏട്ടന് ദോശയും ഞാൻ ഉണ്ടാക്കി. ഫ്രോസൺ പിസ്സയാണ് വാങ്ങിയത്. സാധാരണ ഹാഫ് ഡേയിൽ നമ്മൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്കങ്ങനെ പിസ്സ വാങ്ങാൻ പറ്റും. അത് പക്ഷേ 6 മണിയാകുമ്പോഴത്തേനും ആ ഒരു കൗണ്ടർ ക്ലോസ് ആയിപ്പോയി. അത് ഓർത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രോസൺ വാങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യുക.